മലമ്പുഴ ഡാമിൽ വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ടുവെന്ന വാർത്ത വരുന്നു. പാലക്കാട് ഇരിട്ടിയാലിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിയാണ് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടയിൽ ഡാമിൽ അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി സന്തോഷ് സർലൻ ചേരുകയാണ്. സന്തോഷ്, ഏറെ ആശങ്കപ്പെടുന്ന വാർത്തയാണ്. ഒരു വിദ്യാർത്ഥി മലമ്പുഴ ഡാമിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഇന്നലെയാണ് സംഭവിച്ചത്. തെരച്ചിൽ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ടോ? മനു, മഴ ആരംഭിച്ചതോടുകൂടി പാലക്കാടിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമായി മലമ്പുഴ ഡാം മാറിയിട്ടുണ്ട്. ഇന്നലെയും ഈ വിദ്യാർത്ഥികൾ ഇവിടെ വിനോദസഞ്ചാരത്തിനായി എത്തിയതാണ്. 4 ബൈക്കുകളിലെ 8 വിദ്യാർത്ഥികൾ. ഇവരാണ് ഇന്നലെ കുളിക്കാനിറങ്ങിയത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം. അല്പമെങ്കിലും നീന്തൽ അറിയാവുന്നത് ഇപ്പോൾ ഈ കാണാതായ ഷമീനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷ്ണുപ്രദേശിന് ഉള്ളിലേക്ക് ഷമീൻ നീന്തിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിനുശേഷം കാണാതാവുകയായിരുന്നു. തുടർന്ന് കൂടെയുള്ളവർ ഇവിടെ പരിസരവാസികളെയൊക്കെ അറിയിച്ചു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി അല്പസമയം പരിശോധന നടന്നെങ്കിലും ഇരുട്ടായതിനാൽ മാറ്റിവെച്ചു. ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വിഷ്ണുപ്രദേശം കാണാതായി എന്ന് കൂട്ടുകാർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ പ്രത്യേക ബോട്ടുകളിൽ അവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെയുള്ള മത്സ്യബന്ധന തൊഴിലാളികൾ, ഇവിടെ തന്നെയുള്ള മറ്റ് ഈ സഹായത്തിനായി, ഇവിടെ ടൂറിസ്റ്റ് സഹായത്തിനായുള്ള പ്രദേശവാസികൾ തുടങ്ങിയവരൊക്കെ ഇപ്പോൾ പരിശോധനയുടെ ഭാഗമായി ഡാമിന് ചുറ്റും, ഡാമിൻ്റെ ഈ റിസർവോയർ ഭാഗത്ത് ഉണ്ട്. ഈ ഡാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വേനലായപ്പോൾ വെള്ളം വളരെ കുറയുകയും പിന്നെ മഴക്കാലം ആരംഭിച്ചപ്പോഴേക്കും അല്പമെങ്കിലും വെള്ളം കൂടി വരികയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ സന്ധ്യയോടുകൂടി വെള്ളം ഇറങ്ങുന്നൊരു പ്രതിഭാസം കൂടിയുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ എത്ര നീന്തൽ അറിയാവുന്നതെങ്കിലും ആ വെള്ളത്തിൻ്റെ ഒഴുക്കിലകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 2025 ഇതേ ഭാഗത്ത്, ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അടക്കം പരിശോധന നടത്തുന്ന ഇതേ ഭാഗത്ത് പാലക്കാട് നഗരത്തിലെ 2 ഇരട്ട സഹോദരങ്ങളാണ് മുങ്ങി മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് കടക്കുന്നതിന് ചില പ്രൊഹിബിഷൻ ഏരിയ ആയിട്ട് പോലീസൊക്കെ തടസ്സം വെച്ചിട്ടുണ്ട്. മനു, മൃതദേഹം കിട്ടി എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. ഇപ്പോൾ റെസ്ക്യൂ ടീം കരയിലേക്ക് വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതെ, റെസ്ക്യൂ ടീം ഉള്ളിലേക്ക് വരികയാണ്. റിസർവോയറിൻ്റെ ഉള്ളിൽ നിന്നാണ്, റിസർവോയറിൻ്റെ നേരത്തെ കാണാതായി എന്ന് ചൂണ്ടിക്കാണിച്ച ആ ഭാഗത്ത് നിന്നാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന്, അതായത് ഈ മലമ്പുഴ ഡാമിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരത്താണ് ഇവർ പഠിക്കുന്ന ഇരട്ടിയാലിലെ ഈ ഫാർമസി കോളേജ് ഉള്ളത്. ഈ കോളേജിലെ 7ാം സെമസ്റ്റർ വിദ്യാർത്ഥി കൂടിയാണ് ഇയാൾ. ഏറ്റവും അവസാന വർഷ വിദ്യാർത്ഥി എന്ന് പറയാം. ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി എത്തിയതാണ്. ആ ആഘോഷമാണ് ഇപ്പോൾ ഒരു വലിയ ദാരുണമായ സംഭവത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടെ പലപ്പോഴും ഇങ്ങോട്ട് ആരെയും കടക്കരുതെന്ന് പറയാനായി പ്രത്യേക പോലീസും ഒക്കെ ഉണ്ടാണ്. പക്ഷെ അവരെയൊക്കെ ചോദിക്കുന്നതിൽ വേദനയുണ്ട്, വിഷമമുണ്ട്. മൃതദേഹം കിട്ടിയത് കൊണ്ടാണോ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ തിരികെ കരയിലേക്ക് മടങ്ങി വരുന്നത്? അതെ മനു, അതേ രക്ഷാപ്രവർത്തകർ ഇപ്പം മൃതദേഹവുമായാണ് കരയിലേക്ക് എല്ലാവരും പരിശോധന മതിയാക്കി മടങ്ങി വരുന്നത്. സ്കൂബ ടീമിനാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ സ്കൂബ ടീം ആദ്യഘട്ടത്തിൽ കുറച്ച് സമയത്തേക്കൊരു പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇരുട്ടായതുകൊണ്ട് മാറി. ഇന്ന് വീണ്ടും സ്കൂബ ടീമിൻ്റെ ഭാഗമായുള്ള കർശനമായ പരിശോധനയിലാണ്, ആഴങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. മൃതദേഹത്തിൻ്റെ അവരുടെ കൂട്ടുകാരൊക്കെ ഇവിടെയുണ്ട്. കൂട്ടുകാർക്കൊന്നും സഹിക്കാൻ പറ്റുന്നതല്ല. അവരിന്നലെ രാത്രി മുതൽ ആ കുട്ടികൾ ഇവിടെ നിന്നും പോകാതെ ഇവിടെ തന്നെ നിന്നതാണ്. എന്ന് മാത്രമല്ല, ഇവർ 8 പേരാണെങ്കിൽ ഈ വിവരം അറിഞ്ഞ ആ കോളേജിലെ, അവൻ്റെ ബാച്ചിലെ മറ്റുള്ളവരെല്ലാവരും, മറ്റു കുട്ടികളും ഇന്നലെ ഇവിടെ ക്കൊന്നും ഇപ്പോൾ ഇത് സഹിക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. കോളേജിൽ അവൻ്റെ ബാച്ചിലെ എത്രയും വിദ്യാർത്ഥികളെല്ലാവരും ഇപ്പോൾ ഇവിടെയുണ്ട്. അവരിന്നലെ രാത്രി മുതൽ ഇവിടെയാണ്. ഏതെങ്കിലും ഒരു പ്രതീക്ഷയോടെ, കാരണം അവന് നീന്തൽ കുറച്ചെങ്കിലും അറിയാം. അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറച്ച് മാറി ഉള്ളിൽ ചെറിയ ഒറ്റപ്പെട്ട ദ്വീപുകളുണ്ടല്ലോ, അങ്ങോട്ട് എവിടെയെങ്കിലും അയാൾ എത്തിയിരിക്കാം എന്നവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാലും ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായിരിക്കുന്നു. ആ വിദ്യാർത്ഥികൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ദൃശ്യങ്ങൾ, ആ കുട്ടികൾ വളരെ സങ്കടപ്പെടുന്നുണ്ട് ഈ കാഴ്ച നമ്മളെ. സന്തോഷം, അതെ, അവരുടെ കരച്ചിൽ, വേദന ഒക്കെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായും മനു, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം
ഇന്നലെ കാണാതായി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അല്പമെങ്കിലും നീന്തൽ അറിയാവുന്നത് ഷമീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ ഉള്ളിലോട്ട് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാണാതായി എന്ന് പറയുമ്പോൾ പോലും ഈ റിസർവറിൻ്റെ ഇടയിലുള്ള ചില ഒറ്റപ്പെട്ട ദ്വീപുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ അവർ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിപ്പോയിരിക്കാം, അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നൊക്കെ അവരൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയത്. കാരണം ഇന്നലെ രാത്രി നമ്മൾ ഈ കുട്ടികളെ വിളിക്കുമ്പോഴും കുട്ടികൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അവന് നീന്തൽ അറിയാം, അവന് വലിയ പ്രശ്നമൊന്നും വരില്ല എന്നൊക്കെ തന്നെയായിരുന്നു അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി അവർ ഇവിടെ നിന്നൊന്നും പോയില്ല. കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, അവനോടൊപ്പം ഒരുമിച്ച് ബൈക്കിൽ ഇവിടെ എത്തിയ കുട്ടികൾ പോലും ഇവിടെ എത്തിയിരിക്കുന്നു. പലരുടെയും മാതാപിതാക്കളും ഇതറിഞ്ഞ് ഈ മലമ്പുഴ റിസർവോയറിലൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇപ്പോൾ ഈ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ പാടുകയാണ്. അവർക്ക് കഴിഞ്ഞ 4 വർഷമായി ഒരുമിച്ച് പഠിക്കുന്നവർ, ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവർ അവരിലൊരാളാണ്. ഇനി ഈ വർഷത്തോടുകൂടി അവരുടെ ക്ലാസ് കഴിയുകയാണ്. അവർ സന്തോഷത്തോടുകൂടി പിരിയേണ്ടിയിരുന്നതാണ്. അവർക്കാണ് അവരിൽ ഏറ്റവും ഉറ്റവനായ ഒരു ചങ്ങാതിയെ നഷ്ടമായിരിക്കുന്നത്. കണ്ടു സന്തോഷം. നമുക്കത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. കുട്ടികളുടെ സങ്കടം കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല, വേദന നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഇന്ന് രാവിലെ ഈ സമയത്ത് നമ്മുടെ മുൻപിലേക്ക് ഏറ്റവും സങ്കടപ്പെടുന്നൊരു വാർത്തയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടത്. മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘത്തിനാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അവരാണ് മൃതദേഹം കരയിലേക്ക് എത്തിച്ചത്. സഹപാഠികൾ വലിയ സങ്കടത്തോടെ പൊട്ടിക്കരയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. 4 വർഷം പൂർത്തിയാക്കി അവർ പിരിയേണ്ടതായിരുന്നു ഈ വർഷം സന്തോഷത്തോടെ. പക്ഷേ അവരുടെ കൂട്ടുകാരൻ, അവരുടെ ചങ്ങാതി അവരെ നേരത്തെ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, ഏറ്റവും വേദനയോടെ കണ്ടത്. സങ്കടം നിറയുന്ന കാഴ്ചയാണ്. പാലക്കാട് നിന്ന് മലമ്പുഴ ഡാമിൽ നിന്ന് ഇപ്പോൾ സന്തോഷ് സർലിംഗ് നമുക്ക് തലസമയം പങ്കുവച്ച്. പക്ഷേ തിരിച്ചു വരുന്നതിനിടയിൽ പുള്ളി കുഴഞ്ഞ് താഴോട്ട് താന്നു പോയി എന്നാണ് അവർ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ കൊല്ലം 2 പേരും ഇവിടെ ഈ സ്ഥലത്ത് തന്നെ മുങ്ങി പോയിട്ടുള്ളതാണ്. ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്ത് പെട്ടുന്നത്. അപ്പോൾ ഇത് തുറന്നൊരു ഏരിയ അല്ലേ, മലമ്പുഴയുടെ ഈ കാച്ച്മെൻറ്റ് ഏരിയ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് കയറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിലോട്ട് കയറി വന്ന് ഇതിൻ്റെ അപകടം പതിഞ്ഞിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന് പലരും പെട്ടുപോകുന്നതാണ്. ചുഴിയല്ല, കുഴികളുണ്ട് ഇതിനകത്ത്, ചാലുകളും കുഴികളുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയ സ്ഥലത്ത് വലിയ ആഴമില്ല, പക്ഷേ അങ്ങോട്ട് പോകും തോറും കുഴികളുണ്ട്. അപ്പോൾ അതിനകത്ത് പെട്ട് പോവുകയാണ്. പിന്നെ അപ്പുറത്ത് ആ പാറ കാണുമ്പോൾ പാറയിലോട്ട് നീന്താനും കുറച്ച് അറിയാവുന്നവർ അങ്ങോട്ട് പോകുമ്പോൾ ദൂരം കൂടുതലാണ്. തിരിച്ചു വരുന്ന സമയത്ത് കുഴഞ്ഞു പോകുന്ന സാഹചര്യമുള്ളത്. അല്ല, ചെളിയിൽ പോകുന്നതല്ല, ചെളിയല്ല, മണലും കുഴികളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പെട്ട് പോകുന്നതാണ്. ഇനി പോലീസ് അതിൻ്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടി നടത്തിയിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് ബോഡി മാറ്റും. ഇത് തിരൂർ സ്വദേശിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രൈം കോളേജിലെ വിദ്യാർത്ഥിയാണ്, ബി.ഫാം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. പാലക്കാട് തന്നെ ആയിരിക്കണം. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ നടപടിയാണ്. റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. റോഡിന് താഴോട്ട് ഇറങ്ങാൻ പാടില്ല എന്നാണ്. പക്ഷേ അതിന് പറ്റുന്നില്ല. ഇത്രയും തുറന്നൊരു ഏരിയ ആയതുകൊണ്ട്, വൈഡായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് പോലീസിന് പോലും അതിൻ്റെതായ പരിമിതികളുണ്ട്. എല്ലാവരും പറയും, നാട്ടുകാർ ഉൾപ്പെടെ ആളുകൾ തടയുന്നുണ്ട്. പക്ഷേ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ശ്രദ്ധിക്കാതെ ഇവിടുത്തെ വന്ന് ഇറങ്ങുന്നതാണ് പ്രശ്നം. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. കാരണം വിലപ്പെട്ട ജീവനുകൾ നാളത്തെ തലമുറയിലെ ആളുകളാണ്, പിള്ളേരാണ്. നോക്കി എത്ര വയസ്സുള്ള പിള്ളേരാണ്, ആ ചെറിയ പിള്ളേരാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രകൃതി ഇവിടെ ഈ എന്താ പറയുക, മഴയും കാറ്റുമൊക്കെ വന്ന സമയത്ത് അത് വീണ്ടും പോവുകയാണ്. സ്ഥാപിക്കാത്തതല്ല, എല്ലാ വർഷവും ഞങ്ങൾ തന്നെ വെക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പോവുകയാണ്. ഓക്കെ, മനു, ഞാൻ കേട്ടു സന്തോഷ്, കേട്ടു. ഇവിടെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ബോർഡുകളൊക്കെ സ്ഥാപിക്കാറുണ്ട്, മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. പ്രദേശത്തെ നാട്ടുകാർ തന്നെ പലപ്പോഴും വാണിംഗ് നൽകാറുണ്ട്. പക്ഷേ കുട്ടികളാണല്ലോ, അവരുടെ ഒരു ആവേശമാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നുമില്ല. ഒന്നുകൂടെ പറയാവുന്നതാണ്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ കാണുന്നത് പോലെ ശാന്തമല്ല റിസർവോയർ. ആദ്യഘട്ടത്തിൽ, അതായത് കുറച്ചു ദൂരം നടന്നു പോകുമ്പോൾ വലിയ പ്രശ്നമില്ല, അവിടെയൊക്കെ നീന്തി കളിക്കാം. പക്ഷേ ഉള്ളിലോട്ട് പോകുന്തോറും അടിയൊഴുക്കുകളുണ്ട്, ചാലുകളുണ്ട്, മണലുകളല്ല, പക്ഷേ അടിയൊഴുക്ക് പോലുള്ള ചെറിയ ചാലുകളുണ്ട്. അറിയാത്തവർക്ക് അവിടെ എത്തുമ്പോഴാണ് പെട്ടുപോകുന്നത്. ഈ കുറച്ചുകൂടെ ദൂരെ ഉള്ളിൽ ചെറിയ ദ്വീപുകൾ പോലുള്ള മണൽത്തട്ടകളുണ്ട്, പാറക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് നീന്തി പോകാം എന്ന രീതിയിലൊക്കെ ആവേശത്തിലൊക്കെ പോകുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ഈ അടിയൊഴുക്കുകൾ മനസ്സിലാക്കാൻ കഴിയാതെ അതിൽ പെട്ടുപോകുന്നത്. അപ്പോൾ ഈ ഷമീമും അങ്ങനെ പെട്ടതായിരിക്കാം എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ഏതെങ്കിലും ചെളിയിൽ പൂണ്ട നിലയിലല്ല അടിയിൽ നിന്ന് സ്കൂബ ടീമിന്
മൃതദേഹം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാലിൻ്റെ ഒഴുക്ക് പോയതാണ്. അപ്പോൾ ഈ ഒഴുക്കിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം കാലുള്ളിലോട്ട് വലിക്കുക എന്നതാണ്. അപ്പോഴല്ലെങ്കിൽ നീന്താനുള്ള ഒരു ശേഷി നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായും ഉള്ളിലോട്ട് മുങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഷമീൻ്റെ മരണം എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ബോഡി ഇവിടെയുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പോലീസ് എത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം വിട്ടു നൽകുക. മലപ്പുറം തിരൂരാണ് ഷമീൻ്റെ സ്വദേശം. അവിടെ ബന്ധുക്കൾ, അവരുടെ മാതാപിതാക്കളൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ശരി സന്തോഷം. ഏതായാലും രാവിലെ അത് കേൾക്കാൻ തന്നെ വയ്യ. അത്രമാത്രം നമുക്കത് വിഷമിക്കുന്നുണ്ട്, നമ്മളെ അത്രമാത്രം നമുക്കതൊരു സങ്കടം നൽകുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്രയോ വട്ടം നമ്മൾ പറയുന്നതാണ്, നമ്മളെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ, കുട്ടികൾ, നമ്മൾ ഈ മഴക്കാലത്ത് നമുക്ക് പരിചിതമില്ലാത്ത ജലാശയങ്ങളിൽ പോയി ഇറങ്ങരുത്. നമുക്കറിയില്ല ഇതിൻ്റെ അടിത്തട്ട് എങ്ങനെയാണെന്ന്, അടിയൊഴുക്കുണ്ടോ എന്നോ കയങ്ങളുണ്ടോ എന്നോ ഈ പറയുന്നത് പോലെ ചെളിക്കുണ്ടുകളുണ്ടോ എന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് മഴയൊക്കെ മാറിയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഇടങ്ങളിലെ വെള്ളത്തിൽ ഇറങ്ങാമെന്നേ. എന്തിനാണ് നമുക്ക് പരിചിതമില്ലാത്ത ഈ ജലാശയങ്ങളിൽ പോയി ചാടുന്നത്? എത്രയോ അപകടങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും കേൾക്കൂ, അപേക്ഷയാണ്, ഇനിയെങ്കിലും കേൾക്കൂ, പറയുന്നത് കേൾക്കൂ. ജലാശയങ്ങളിൽ ഇറങ്ങരുത്. മഴക്കാലമാണ്. തോടുകൾ, നദികൾ, പുഴകൾ, ആറുകളൊക്കെ ഉണ്ട്. ഇതുപോലെ ഡാമിൻ്റെ റിസർവോയറുകളൊക്കെ വെള്ളം കാണുമ്പോൾ ഇറങ്ങാൻ തോന്നും, നല്ല ഭംഗിയായിരിക്കും. പക്ഷേ പുറമേ ആയിരിക്കും ശാന്തമായി കിടക്കുക. അടിഭാഗമെന്ന് പറയുന്നത് അത് വല്ലാത്ത മനുഷ്യരെ ഇങ്ങനെ വലിച്ചടിപ്പിക്കുന്ന തരത്തിലുള്ള ഒഴുക്കൊക്കെ ഉണ്ടാകും അടിയിൽ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ജലാശയങ്ങളിൽ ചാടരുത്. മഴക്കാലമാണ്, അടിയൊഴുക്കുണ്ടാകും. നമുക്കറിയില്ല എന്താണ് വെള്ളത്തിനടിയിലെ സാഹചര്യം എന്നത്. ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറിൽ. വിവരങ്ങളാണ് ഇപ്പോൾ സന്തോഷ് നമുക്ക് നൽകിയത് തത്സമയം.